പവിത്ര സിസ്റ്റർ? അതെ സർ, ഞാനാ അത്. ഞാൻ പവിത്ര സിസ്റ്റർ ശരിക്കും കണ്ടിട്ടില്ലല്ലോ. എനിക്ക് നല്ല ബോധം വന്നപ്പോ സിസ്റ്റർ ഇവിടുന്ന് പോയിരുന്നു. അതെ സർ. പവിത്രയ്ക്ക് ട്രീറ്റ് കൊടുക്കണം. അതിന് ഇങ്ങനെ ഒരു ബഹളമൊക്കെ വേണോ? ഇതെന്താ ഋതുവരെ കാണിക്കുന്ന? അവർക്ക് മട്ടളകിയതാ. അച്ഛനും അമ്മയും തമ്മിൽ കാണുമ്പോ ഭൂകമ്പം ഉണ്ടാവുമെന്ന് കരുതി കാണിക്കുന്ന ഒരു തരം ഭ്രാന്ത. അച്ഛനെ രക്ഷിച്ച സിസ്റ്റർ പവിത്ര സ്വന്തം ഭാര്യ പത്മയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തോടെ അമ്മയെ ചേർത്ത് പിടിച്ച ഈ പ്രശ്നമൊക്കെ തീരില്ലേ? അമ്മയും അച്ഛനും അതോടെ ഒന്നാവും. അംബികയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും. അതൊക്കെ ഓർത്ത് മട്ടിളകിയത് അവർക്ക്. ഈ സിസ്റ്റർ എന്താ ഇത്ര താമസിക്കുന്നേ? കാണുന്നില്ലല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഹലോ സിസ്റ്റർ എവിടം വരെയായി? ആ, ഞാൻ വന്നുകൊണ്ടിരിക്കാം. ഉടൻ തന്നെ എത്തും. ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാ. വേഗം വാ. ശരി സർ. സിസ്റ്റർ ഇപ്പോൾ വരും. എന്ത് വന്നാലും നേരിടണം. നേരിട്ടില്ലേ പറ്റൂ. ഒരു മിനിറ്റ്. സുജാതേച്ചി. മോളെ ഋതു, അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ അറിഞ്ഞു ചേച്ചി. അതിന്റെ ടെൻഷനില്ല. പോകരുത് പോകരുത് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ മോളെ. മാഡം കേട്ടില്ല. ചേച്ചി വരണ്ടെന്ന് പറയാൻ ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ചു. പക്ഷെ അമ്മ കോള് കട്ട് ചെയ്യാ. മാഡം എന്തോ തീരുമാനിച്ചിട്ടുണ്ട് മോളെ. മാഡം തീരുമാനിച്ചാ പിന്നെ അതിനൊരു മാറ്റവും ഇല്ല. വരുന്നത് വരട്ടെ ചേച്ചി. എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാൻ ഞങ്ങൾ ഒരുക്ക. ചേച്ചി ഫോൺ വെക്കേ. ആ, ആരാ ഋതു? സുജാത ചേച്ചിയാ. അമ്മ അവിടുന്ന് പോന്നെന്ന്.
സാറിന് എന്നെ മനസ്സിലായില്ലേ? ആ ഞാനാ സർ, സിസ്റ്റർ പവിത്ര. പവിത്ര സിസ്റ്റർ. അതെ സർ, ഞാനാ അത്. ഞാൻ പവിത്ര സിസ്റ്റർ ശരിക്കും കണ്ടിട്ടില്ലല്ലോ. എനിക്ക് നല്ല ബോധം വന്നപ്പോ സിസ്റ്റർ ഇവിടുന്ന് പോയിരുന്നു. അതെ സർ. ആ സമയത്തെ പവിത്ര സിസ്റ്ററിന്റെ മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നു. ഓ ഞാനും 1-2 പ്രാവശ്യമേ സിസ്റ്ററെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളൂ. അല്ല, സിസ്റ്റർ ഇരിക്കെ. അയ്യോ, സാറിന്റെ മുമ്പിൽ ഇരിക്കാനോ? ഞാനില്ല. അല്ല, സിസ്റ്റർ ഇരിക്കണം. വേണ്ട സർ. സിസ്റ്റർ ഇരിക്കേ. ഞാനേ സിസ്റ്റർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരാം. അതിന് ചേച്ചി എന്തിനാ പോകുന്നേ? യാമിനെ എടുത്തോണ്ട് വരുമല്ലോ. ആ എങ്കി യാമിനി ചെല്ല്. സിസ്റ്റർക്കേ ജ്യൂസ് എടുത്തിട്ട് വാ. യാമിനി ചെല്ല്. ആ സിസ്റ്റർ ഇരിക്കുക. ഇരിക്കാ സിസ്റ്റർ, വാ. സിസ്റ്റർ ഇരിക്കേ. ആ ഇരിക്കുക. നിങ്ങൾ രണ്ടുപേരും സിസ്റ്ററോട് ഒരു പരിചയമില്ലാത്ത മട്ടിൽ എന്തേ മാറി നിൽക്കുന്നത്?